ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന 6 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഒന്നാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ മുഖപ്രസംഗവും എഡിറ്റോറിയലും ഒന്നാണ് എന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ്? രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഒരു പത്രത്തിൻ്റെ ഒരു പത്രാധിപർ അതിൻ്റെ പ്രസാധകന്റെയോ എഡിറ്ററുടെയോ ഒക്കെ അഭിപ്രായത്തെയാണ് നമ്മൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള പത്രത്തിന്റെ നിലപാടിനെയാണ് നമ്മൾ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കേട്ടോ. പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചോ വാർത്തയെക്കുറിച്ചോ എഡിറ്റോറിയലിന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനും വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? എഡിറ്റോറിയൽ പേജ് ഉപയോഗിക്കാറുണ്ട്. സമകാലികമായിട്ടുള്ള സംഭവങ്ങൾക്ക് വ്യാഖ്യാനം നൽകാനും, അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അവബോധം നൽകാൻ വേണ്ടിയിട്ടോ അതിന് പരിഹാരം കാണാനും അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തെയോ പ്രശ്നത്തെയോ നയത്തെയോ അനുകൂലമായോ പ്രതികൂലമായിട്ടോ അവതരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? എഡിറ്റോറിയൽ പേജുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള പത്രത്തിന്റെ ഔദ്യോഗിക നിലപാടായിട്ട് എന്തിനെ കണക്കാക്കും? പത്രത്തെ കണക്കാക്കും അല്ലെ. അപ്പോൾ പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വായനക്കാർക്ക് നൽകുകയും വാർത്തയിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പത്രത്തിൽ ഇങ്ങനെ ഒരു പേജ് മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉൾഭാഗങ്ങളിലാണ് എഡിറ്റോറിയൽ പേജ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു പേജിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തനെ കോളത്തിൽ നീണ്ട കള്ളിയിൽ കാണുന്നതിനാണ് എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത്. ഉചിതമായിട്ടുള്ള ഒരു തലക്കെട്ട്, എന്തൊക്കെ ഘടനകൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉചിതമായൊരു തലക്കെട്ട്, ശീർഷകമുണ്ടായിരിക്കണം, വിഷയത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കണം, സമൂഹത്തിന്റെ മനോഭാവം വിശകലനം ചെയ്യണം, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഒക്കെ അവതരിപ്പിക്കണം, വിഷയം ക്രമീകരിച്ച് അവതരിപ്പിക്കണം, അതായത് തുടക്കം, ഒടുക്കം, വളർച്ച, അതായത് ഒരു ലളിതമായിട്ടുള്ള ഭാഷയിൽ കൃത്യമായ ചിട്ടയോടുകൂടെ അവരൊരു വിഷയം കേന്ദ്രീകരിച്ച് വിഷയം ക്രമീകരിച്ചിട്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. ആശയ വ്യക്തതയോടുകൂടെ എഴുതണം. പത്രഭാഷയിലാണ് എഴുതേണ്ടത്. കുറച്ചുകൂടെ ശക്തമായ ലളിതമായിട്ടുള്ള, നമ്മൾ ഉപന്യാസം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച പോലെ ഇങ്ങനെ ദീർഘങ്ങളായിട്ടുള്ള സെന്റൻസുകളൊന്നും എഴുതരുത്. കൃത്യമായിട്ട് ആശയം സംവേദനം ചെയ്യുന്ന രീതിയിലുള്ള സെന്റൻസുകളിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമുക്ക് 6 മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുഖപ്രസംഗം, എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. കൺഫ്യൂഷനുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഇതെന്താണെന്ന് അറിയാത്ത എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന അത്തരം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതാ പാഠം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, പഠിക്കണം. എല്ലാ പാഠങ്ങളും പുസ്തകത്തിൽ വായിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.